CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ NN കൃഷ്ണദാസിന്റെ വിമർശനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ കൃഷ്ണദാസിന്റെ പ്രസ്താവന നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിയെന്നാണ് പ്രധാനമായിട്ട് വരുന്ന വിമർശനം. പ്രസാദ് കുമാർ തന്നെ അതിൻ്റെയും വിവരങ്ങൾ നൽകും. പ്രസാദ്, നേരത്തെ തന്നെ അല്ലേ പരസ്യമായി താക്കീതൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ തീരുന്നില്ലല്ലേ? തീർച്ചയായിട്ടും അത് പ്രവർത്തന റിപ്പോർട്ടിൽ വരണമല്ലോ. 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഒപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. ഈ 2 വിഷയത്തിലും ഉണ്ട് പ്രവർത്തന റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM വളരെ ശക്തമായ മത്സര രംഗത്തിന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ആ ഇടയ്ക്ക് വെച്ച് പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടായത് കൃഷ്ണദാസിന്റെ പ്രസ്താവന. ഒന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മാധ്യമപ്രവർത്തകരെ ഇറച്ചിവെട്ടുകാർ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളെ പോലെ എന്ന് ഉപമിച്ചു. അത് വലിയ വിമർശനം ഉണ്ടാക്കി. അതിനുശേഷമാണ് ഈ പെട്ടി വിവാദം വന്നതിന് ശേഷം പെട്ടി വിവാദമല്ല ചർച്ച ചെയ്യേണ്ടത്, ജനങ്ങളുടെ വിഷയങ്ങളാണ്, കാർഷിക പ്രശ്നങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞു. പാർട്ടിയുടെ നിലപാടല്ല, തൻ്റെ നിലപാടാണ് പാർട്ടി നിലപാട് എന്ന് പറയുന്നൊരു സ്ഥിതിയുണ്ട്. അത് പക്ഷേ CPM-നിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കി എന്നുള്ള വ്യാഖ്യാനം അന്ന് തന്നെ വന്നിരുന്നു. അതാണിപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ EN സുരേഷ് ബാബു പാർട്ടി നിലപാട് എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി പറയുന്നതാണ്. അത് ഇതാണ്. അത് തന്നെയാണ് ഗോവിന്ദൻ മാഷും ആവർത്തിച്ചത്. ഈ പെട്ടി വിവാദം വലിയ വിഷയമാണ്, നീലപ്പെട്ടി മഞ്ഞപ്പെട്ടി എന്നുള്ളതല്ല, ഇത് വിവാദ വിഷയം, ഇതാണ് പാർട്ടി ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതിനെതിരായ നിലപാടാണ് കൃഷ്ണദാസ്. അതാണ് ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിലും ഒരു മുതിർന്ന നേതാവ്, ഒരു മുതിർന്ന സഖാവ് എന്ന രീതിയിൽ വിമർശനം വന്നു. ഒപ്പം തന്നെ PK ശശിക്കെതിരെയും പരാമർശമുണ്ട്. KTDC ചെയർമാനും മുൻ MLA-യുമായ ഒരു നേതാവിനെ സംഭവങ്ങളിലാണ് NN കൃഷ്ണദാസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ വലിയ അധിക്ഷേപമായിരുന്നു ഉണ്ടായിരുന്ന വാക്കുകൾ ഇനി ഒന്നുകൂടി പറയുന്നില്ല. അപ്പൊ തന്നെ ഈ പെട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ അത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ തോൽവിക്ക് ഒരു കാരണമായിട്ട് വേണമെങ്കിൽ അതും കൂടി ഗണിക്കുന്നതാണ്. ശരി.